നീ കൊച്ചുകുട്ടിയൊന്നുമല്ല, ബുദ്ധിമതിയായി കഴിഞ്ഞു. നിന്റെ ഭക്തിലീലയും ശിവഭക്തിയും അസുരകുലത്തിന് യോജിച്ചതല്ല. നാം അസുരന്മാരാണ്. നമുക്ക് ഭക്തിയും ശിവനുമായി ഒരു ബന്ധവുമില്ല. പ്രണാമം പിതാവേ. വംശപാരമ്പര്യത്തിന് വിരുദ്ധമായി അനാചാരം പ്രവർത്തിച്ച് നീ നമ്മുടെ കുലധർമ്മത്തെ തന്നെ വഞ്ചിച്ചാൽ അതെനിക്ക് സഹിക്കുകയില്ല. പിതാവേ, ഞാൻ അങ്ങയെ പ്രണമിച്ചു. അങ്ങതിന് വഞ്ചനയെന്ന് പറയുന്നു. ഞാൻ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നു. അതിനെ അങ്ങ് കുലമര്യാദയ്ക്ക് വിരോധമെന്നും എന്റേത് ദുഷ്പ്രവൃത്തി എന്നും പറയുന്നുവോ? കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു പിതാവേ? അന്ധകാരത്തിൽ നിന്നും അകന്ന് പ്രകാശത്തിലേക്ക് നീങ്ങുന്നത് എന്താ ദുഷ്പ്രവൃത്തിയാണോ? പരാശക്തിയുടെ പരം സത്തയെ സ്വീകരിക്കുന്നത് എന്താ വംശപാരമ്പര്യത്തിന് വിരുദ്ധമാണോ? ഭഗവാൻ ശിവന്റെ ചരണങ്ങളെ ഭജിച്ച് സ്വന്തം ദുർബല മനസ്സിനെ നിർമ്മലമാക്കുന്നത് അനുചിതമാണോ പിതാവേ? പിതാവിന്റെ മുന്നിലാണെന്ന കാര്യം നീ മറക്കുന്നു. നീ ഒന്നോർമ്മിക്കണം, ഞാൻ നിന്റെ ശിഷ്യനൊന്നുമല്ല. നീ ഒരു ഋഷിയോ മഹാത്മാവോ അല്ല. എനിക്ക് ജ്ഞാനോപദേശം തരാൻ. ഞാൻ സത്യം എന്താണോ അതേ പറഞ്ഞുള്ളൂ പിതാവേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അസത്യമാണോ? നമ്മുടെ കുലത്തിൽ ഭക്തിയും പൂജയും നടക്കാറില്ല. ഈ പറഞ്ഞ സത്യമല്ലേ? മനസ്സിന്റെ ദൗർബല്യത്തിനും നൈർമല്യത്തിനും ഇവിടെ പ്രസക്തിയില്ല. ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലേ? നാം പ്രകാശത്തെയല്ല അന്ധകാരത്തെ മാനിക്കുന്നവരാണ്. ഇതെന്താ സത്യമല്ലേ? സത്യം തന്നെയാണ്. പക്ഷെ അത്യന്തം കടുത്തതും അനുചിതവും അപ്രിയവും കഷ്ടകാരിയും പീഠാകാരിയുമായ സത്യം, ജനവിരോധ സത്യം, അത്തരം അശുഭവും സർവർക്കും അമംഗളം വരുത്തുന്നതുമായ സത്യത്തെ ഉപേക്ഷിക്കുന്നതായിരിക്കും മംഗളം പിതാവേ. നീ എന്താ എന്നെ പഠിപ്പിക്കുകയാണോ? എന്റെ പുത്രി എനിക്ക് ശുഭാശുഭങ്ങൾ ഉപദേശിക്കുന്നു. നീ പറയുന്നത് പോലെ നാം നമ്മുടെ പാരമ്പര്യം ഉപേക്ഷിക്കണോ? നിന്നെപ്പോലെ എല്ലാ അസുരഭാവവും വെടിഞ്ഞ് നീ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കണോ? അവ ആരംഭം മുതലുണ്ട്, അന്ത്യം വരെ നിലനിൽക്കും. ഈ പാരമ്പര്യത്തെ ഭേദിക്കാനാവുകയില്ലേ പിതാവേ? ആര് ഭേദിക്കും? നമ്മുടെ ജനനം തന്നെ ദാനവകുലത്തിലാണ് നടന്നത്. നമുക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആകുമോ? പ്രവർത്തിക്കാനാകും. ആത്മാർത്ഥമായി നാം ഒരു സത്യത്തെ മാനിക്കണം. ദേവൻ, ദാനവൻ, മാനവൻ സർവരുടെയും ജന്മം പരാശക്തി സദാശിവന്റെ കൃപ മൂലമാണ് എന്നത്. പക്ഷെ പിതാവേ, സത്യം മനോബുദ്ധിയുടെ അന്തരാളത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ അസത്യം അവിടെ നിന്ന് പുറന്തള്ളപ്പെടണം. എനിക്കറിയാം നിന്റെ അഹംഭാവം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്ന്. ശിവഭക്തിയുടെ വലയിൽപ്പെട്ട് സ്വന്തം പിതാവിനെ അപമാനിക്കാൻ പോലും നിനക്ക് സങ്കോചമില്ല. ഇല്ല പിതാവേ, ഇല്ല. അങ്ങ് പൂജനീയനാണ്. അങ്ങയെ അപമാനിക്കണമെന്ന വിചാരം എന്റെ മനസ്സിനെ സ്പർശിക്കാൻ കൂടി സാധ്യമല്ല. ഞാൻ ഒന്നു മാത്രമേ പറഞ്ഞുള്ളൂ. പ്രാണൻ ഏതു ശരീരത്തിൽ തന്നെ ആയിരുന്നാലും ആ പരം തത്വം ഓങ്കാരത്തിന്റെ അംശമാകും. ദേവൻ, ദാനവൻ, മാനവൻ ഇവർക്കുമിടയിൽ എന്തു ബന്ധമാണോ ഉള്ളത് അത് ഭഗവാൻ ശിവനെ. നിർത്ത്. ധാരാളമായി. നീ ധാരാളം പറഞ്ഞു. ഞാൻ അതെല്ലാം കേട്ടു. നീ ശിവഭക്തിയിലൂടെ ഇവിടുത്തെ അന്തരീക്ഷമാകെ മലിനമാക്കി കഴിഞ്ഞു. രാക്ഷസന്മാർക്ക് മാനവികതയും ഭക്തിയും പഠിപ്പിക്കുവാനും അവരെ ഭീരുക്കളാക്കുവാനും ശ്രമിക്കുകയാണോ? ഞാനതൊരിക്കലും അനുവദിക്കില്ല. അങ്ങയുടെ തീരുമാനം പറഞ്ഞുവല്ലോ പിതാവേ. ഇനി എന്റെ തീരുമാനം കേട്ടുകൊള്ളുക. അങ്ങ് എന്റെ പിതാവായത് കേവലം ഈ ജന്മം മാത്രമാണ്. അതെ, അതാണ് സത്യം. അങ്ങയുടെ ഭവനത്തിൽ ഞാൻ ജനിച്ചിരിക്കാം. അത് മാത്രമാണ് നാം തമ്മിലുള്ള ബന്ധം, പിതാവിന്റെയും പുത്രിയുടെയും ബന്ധം. ഈ ജന്മത്തിൽ കേവലം ഈ ശരീരത്തെ മാത്രമേ അങ്ങയ്ക്ക് പുത്രിയായി ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഭഗവാൻ പരമശിവൻ എന്റെ ബുദ്ധിയുടെയും ആത്മാവിന്റെയും പിതാവായത് എന്നാണെന്നറിയില്ല. അത് അനാദികാലം നിലനിൽക്കും. അതിനാൽ എന്റെ തീരുമാനം ആ ഭഗവാൻ പരമശിവനെ എന്റെ മനസ്സിൽ ഉറപ്പിച്ച്
സദാ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക എന്നതാണ്. എന്നോടുള്ള അവജ്ഞയുടെ ഫലം അറിയാമോ നിനക്ക്? ഞാൻ നിന്റെ പ്രാണനെടുക്കും. ഇല്ല, പ്രാണൻ എടുക്കുക അങ്ങയുടെ വരുതിയിലല്ല. പ്രാണനിൽ അങ്ങയ്ക്ക് അധികാരം ഒരിക്കലുമില്ല. പ്രാണൻ ഭഗവാൻ ശിവന്റെ സമ്പത്താണ്. അങ്ങയ്ക്കു കേവലം ശരീരത്തെ ഹനിക്കാനാകും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് പോലും പരമശിവന്റെ ഇച്ഛ കൂടാതെ സംഭവ്യമായിരിക്കുകയില്ല. അദ്ദേഹം ഈ അപ്രിയ ഇച്ഛ തന്റെ ഭക്തന്മാർക്കു വേണ്ടി ഒരിക്കലും പ്രകടിപ്പിക്കില്ല, ഒരിക്കലുമില്ല. ശിവയിച്ഛ, ശിവയിച്ഛ. നീ എന്റെ പുത്രിയായില്ലേ? പുത്രി, ഞാൻ നിന്റെ പിതാവായി പോയി. ഒരു പിതാവിന് സ്വന്തം പുത്രിയുടെ പ്രാണൻ എങ്ങനെ ഹനിക്കാനാകും? എങ്ങനെ ഹനിക്കാനാകും? എനിക്കതിനാകില്ല, ആകില്ല. പക്ഷേ ദൈത്യഗുരു ശുക്രാചാര്യനെ ഞാൻ സന്ദർശിച്ച് നിനക്ക് കഠിനാൽ കഠിനമായ ദണ്ഡന നൽകിക്കും. പിന്നെ നിനക്ക് ശുക്രാചാര്യരുടെ കൽപ്പന പാലിക്കേണ്ടതായി വരും, തീർച്ച. ഓം ദേവാധിദേവ ദേവേശ്വര സർവപ്രാണഭൃതാംബര പ്രാണിനാമഭിനാമസ്യം മൃത്യുഞ്ജയ നമോസ്തുതേ. ഓം ദേവാധിദേവ ദേവേശ്വര സർവപ്രാണഭൃതാംബര പ്രാണിനാമഭിനാമസ്യം മൃത്യുഞ്ജയ നമോസ്തുതേ. ദേവാധിദേവ ദേവേശ്വര സർവപ്രാണഭൃതാംബര പ്രാണിനാമഭിനാമസ്യം മൃത്യുഞ്ജയ നമോസ്തുതേ.